വെൽക്കം ബാക്ക്. അപ്പോൾ വീണ്ടും പ്രധാന വാർത്തകളൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചങ്ങമ്പുഴ പാർക്കിലാണ്. അവിടെയാണ് ഇന്ന് മോർണിംഗ് വാക്കിനെ നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഈ ഒരു വാക്ക്വേയിൽ ഒരുപാട് പേര് നടക്കാൻ വന്നിട്ടുണ്ട്, നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്. ഇവിടെയുള്ള ഒരു ഓപ്പൺ ജിമ്മിൽ അവർ കസർത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മാറി അവിടെ അതിൻ്റെ ഒരു നടുവിലുള്ള ഒരു ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്, അല്ലേ? നമുക്ക് അടുത്തൊരു റിപ്പോർട്ടിലേക്ക് പോയാലോ? ഈ 24 ചാനൽ അല്ലെങ്കിൽ മാധ്യമ രംഗത്തേക്ക്, ദൃശ്യമാധ്യമ രംഗത്തേക്ക് വരുമ്പോൾ ഒരു വിപ്ലവം സൃഷ്ടിച്ചിരുന്നു. അത് AR VR വിപ്ലവമാണ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി. അപ്പോൾ ഇവിടെ ഒരു സ്കൂളിലും അത്തരത്തിലുള്ള വിപ്ലവം നടക്കുന്നുണ്ട്. മലപ്പുറം കോട്ടൂക്കര PPM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി നടത്തിയ റോബോട്ടിക് വെർച്വൽ റിയാലിറ്റി എക്സ്പോ ശ്രദ്ധേയമായി. വിദ്യാർത്ഥികൾ നിർമ്മിച്ച, അതാണ് ശ്രദ്ധിക്കേണ്ടത്, വിദ്യാർത്ഥികൾ നിർമ്മിച്ച 25ലധികം റോബോട്ടുകളാണ് ആ എക്സ്പോയിലുള്ളത്. നമുക്ക് കാണണ്ടേ റിപ്പോർട്ടിൽ? ഷോപ്പിംഗ് കാർട്ട് റോബോട്ട്, ലൈറ്റ് ഫ്ലവർ റോബോട്ട്, മിക്കി റോബോട്ട് എന്നിങ്ങനെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ 25ലധികം റോബോട്ടിക് പ്രോജക്റ്റുകളും ഗെയിമുകളും എക്സ്പോയിൽ അവതരിപ്പിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന മേളയിൽ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 10,000-ഓളം വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. പല സ്ഥലത്തു നിന്നുള്ള കുട്ടികൾ വന്നപ്പോഴും അവർക്കൊക്കെ ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അവർ തന്നെ ചോദിക്കും, നിങ്ങളിത് ഉണ്ടാക്കിയതാണോ, നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് കഴിഞ്ഞത്, നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ. അപ്പൊ ഞങ്ങൾ ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്തത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു വലിയ സന്തോഷം കൂടെ ഞങ്ങൾക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. ഇതിന്റെ രൂപത്തിലല്ല, ഇത് ഉപയോഗിക്കുന്ന സെൻസറുകള്, ഇതിന്റെ ഉപയോഗം അത് കൂടുതൽ പരിചയപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മളെ കുട്ടികൾക്ക് നമ്മുടെ ഈ സബ് ജില്ലയിലുള്ള ഈ ചുറ്റുവട്ടത്തുള്ള ഈ കുട്ടികൾക്കൊക്കെ ഇതിനെ കുറിച്ചൊരു അവബോധം നൽകുക. നമ്മുടെ സ്കൂളിൽ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോ എന്താ പറയാ, ഇത് എടുത്ത് കാണാനും നമുക്ക് അത് അതിനെ കുറിച്ച് പഠിക്കാനൊക്കെ സാധിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. പുതിയ കാലത്തെ മാറ്റങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന സ്കൂൾ പ്രിൻസിപ്പൽ. സാങ്കേതിക വിദ്യാരംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വാധീനമാണ് നിർമ്മിത ബുദ്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നമ്മൾ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് പരിചയപ്പെടുത്തുക, അവർക്കൊരു നേർക്കാഴ്ചകൾ നൽകുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു താല്പര്യം എന്ന് പറയുന്നത്. 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കായിരുന്നു മേള സന്ദർശിക്കാൻ അവസരമുണ്ടായിരുന്നത്. 24 തിരൂർ. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ അതാണ്, പിള്ളേർ പൊളിയാണ്, മിടുക്കന്മാരാണ് എല്ലാവരും, അല്ലെ? ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് തെളിയിക്കുന്നു. അത്തരത്തിൽ എക്സ്പോ ഉണ്ട് അവിടെ. മലപ്പുറത്ത് കാണാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോയി കാണുക, കുട്ടികളുടെ മികവ് നേരിൽ കണ്ടറിയുക. അതെ, നമ്മൾ ഇവിടെ നിന്ന് മേളോട്ട് നോക്കുമ്പോൾ കൊച്ചിയുടെ ആ ഫാസ്റ്റ് ലൈഫിന് ഏറ്റവും ആൾക്കാരെ സഹായിക്കുന്ന കൊച്ചി മെട്രോ ഉണ്ട്. ഇപ്പോഴാണ് ഒരു മെട്രോ ട്രെയിൻ അതുവഴി കടന്നു പോകുന്നത്. അതെ, പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ ആ പബ്ലിക് ജിം. ഇവിടെ ദിവസവും ആൾക്കാർ വരികയും എക്സർസൈസ് ചെയ്യുകയും അവരുടെ ആരോഗ്യ സംരക്ഷണം നടത്തുകയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ രാവിലെ വന്നപ്പോൾ തൊട്ട് 2 പേര് ഇവിടെ നിന്ന് എക്സർസൈസ് ചെയ്യുന്നുണ്ട്. മാം, പേരെന്താ? സബിത. എല്ലാ ദിവസവും ഇവിടെ വരും? വരാറുണ്ട്. എന്താ ചെയ്യുന്നത്? ഞാൻ ടീച്ചറായിരുന്നു, ഇപ്പോൾ റിസൈൻ ചെയ്തു. പിന്നെ രാവിലെ നേരം കിട്ടൂലല്ലോ ടീച്ചറാകുമ്പോൾ. ഇവിടെ അടുത്താണോ? വീട് അടുത്താണോ? ഇവിടെ അടുത്താണ്. എല്ലാ ദിവസവും വരും? എല്ലാ ദിവസവും വരും. എൻ്റെ മോനും എൻ്റെ നൈബറും ആണ് ഇരിക്കുന്നത്. മോനെ ഒന്ന് വിളിക്കാം. ഷിഫാസ്, ഒന്ന് ഓടി വരുമോ? നവീകരിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്, അല്ലേ? ഓക്കെ, നല്ല സൗകര്യമാണ്. ഞങ്ങൾ ആദ്യമൊക്കെ ഇതേപോലെ നടക്കാൻ വരുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അപ്പം നടക്കാൻ മാത്രമേ സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കുറച്ച് ഓപ്പൺ ജിമ്മും കൂടെ വന്നു. അതെ, ഓപ്പൺ ജിമ്മൊക്കെ ആയിക്കാം. ടീച്ചറിന്റെ അമ്മയെ കൊണ്ട് എക്സർസൈസ് ചെയ്യിപ്പിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. അതെ, ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി നടന്നു വന്നിട്ട് ഇവിടെ എക്സർസൈസ് വെറുതെ ഇരിക്കും. നടന്നിട്ടാണ്? അതെ അതെ അതെ. നമ്മുടെ യങ്സ്റ്റേഴ്സിനോട് ഈ നടപ്പൊക്കെ എങ്ങനെയാണ് ഈ ഫാസ്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്? വേഗം പറഞ്ഞു. നല്ലതാണ്, ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യും, ആരോഗ്യം നല്ലതായി മെച്ചപ്പെടും. പഠിക്കണോ? ഇല്ല, പഠിക്കാൻ CMA. അപ്പൊ ബൈക്ക് ഓടിച്ചാൽ നടക്കണം ഇപ്പൊ. അപ്പൊ ഒന്ന് റിലാക്സ് ആവാനായിട്ടും ആരോഗ്യം നന്നാക്കാനായിട്ടും നടക്കാൻ ഇറങ്ങി. അപ്പൊ അത് കണ്ടിന്യൂ കേട്ടോ. ഓക്കെ, ശരി ടീച്ചറെ, നമസ്കാരം.
അപ്പോൾ അതാണ്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകണം, ഒന്ന് സന്നിധാനത്തേക്ക് പോകണം അല്ലേ? ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. യെസ്, അപ്പോൾ തീർത്ഥാടകരുടെ തിരക്ക് അവിടെ വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 15 ദിവസം 20 ദിവസം പിന്നിടുമ്പോൾ 15 ലക്ഷത്തിലധികം തീർത്ഥാടകർ അവിടെ വന്നു കഴിഞ്ഞു എന്ന കണക്ക് വരുമ്പോൾ ഇത്തവണത്തെ സീസണിൽ ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്കത് കൂടിയിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. അതെ, സന്നിധാനത്ത് നിന്ന് YS അഭിനന്ദാണ് ചേരുന്നത്. അഭിനന്ദ്, വെരി 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 ഗുഡ് മോർണിംഗ്. 20 ദിവസം കൊണ്ട് 15 ലക്ഷം ഭക്തർ, റെക്കോർഡാണ്. എങ്ങനെ പോകുന്നു സന്നിധാനത്തെ കാര്യങ്ങൾ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റി ആൻഡ് പ്രജിൻ. തീർച്ചയായിട്ടും അറിയാം, സന്നിധാനത്തെ തീർത്ഥാടനത്തിലേക്ക് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നൊക്കെ അപേക്ഷിച്ച് 20 ദിവസത്തിനകത്ത് എത്തുമ്പോൾ 15 ലക്ഷം കടക്കുന്നത് ഇത് ആദ്യമായാണ്. തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് വരുമാനത്തിന് വർധനമുണ്ടെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് ഒരു പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഡിസംബർ 6ന്റെ പ്രത്യേകത നമുക്കറിയാം. ഡിസംബർ 6ന്റെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായുള്ള പോലീസിന്റെയും ഫയർഫോഴ്സിന്റെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, NDRF തുടങ്ങിയ ആളുകളുടെയൊക്കെ റൂട്ട് മാർച്ച് അടക്കം ഇന്നലെ സംഘടിപ്പിച്ചു. ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണുന്നത് പോലെ തന്നെ തീർത്ഥാടകരുടെ ഒരു വലിയ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ ഈ സമയമായപ്പോൾ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു നേരിയ കുറവുണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരമായപ്പോൾ ശരാശരി ഭക്തജനങ്ങളുടെ എണ്ണമായ 80,000 അത് കടന്നിരുന്നു. ഇതിൽ 82,262 ഭക്തജനങ്ങളാണ് തീർത്ഥാടനം നടത്തിയത്. ഇന്ന് ഈ സമയം വരെ എത്തുമ്പോൾ അത് 23,236 തീർത്ഥാടകരുടെ എണ്ണത്തിലേക്ക് എത്തുകയാണ്. എന്തായാലും വലിയ ഒരു ഭക്തജന തിരക്ക് ഈ വർഷം കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നതാണ് പോലീസിനെ സംബന്ധിച്ചോളം ഏറ്റവും സന്തോഷകരമായ കാര്യം. അത് ദേവസ്വം ബോർഡിനും അഭിമാനകരമായ കാര്യമായി അങ്ങനെ തുടരുകയാണ്. തീർത്ഥാടക തിരക്ക് വർദ്ധിക്കുകയാണ്. പ്രജിൻ, ക്രിസ്റ്റീന. റെക്കോർഡാണ്, അക്കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ അത് കൂടുകയുള്ളൂ എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. റെക്കോർഡാണെന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ലാതെ ഇത്തവണ അത് ഭക്തരുടെ പ്രവാഹം വൃശ്ചിക മാസം പൂർത്തിയാകുന്നുവെന്ന റിപ്പോർട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ശബരിമലയിലെ മറ്റ് ചടങ്ങുകൾ നോക്കാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. യെസ്, അപ്പോൾ ഇന്ന് മറ്റൊരു റിപ്പോർട്ടിലൂടെ പോവാം. ശബരിമലയിൽ ഇന്ന് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസ്. ഡിസംബർ 6 മുൻനിർത്തിയാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പമ്പ മുതൽ സന്നിധാനം വരെയാണ് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബൈനോക്കുലർ മോണിറ്ററിംഗിന് പുറമെ 17-അംഗ കമാൻഡോ ടീമിന്റെ നിയന്ത്രണത്തിലാകും സന്നിധാനവും പരിസരവും. സോപാനത്ത് കൂടുതൽ പോലീസ് സേനാംഗങ്ങളെ സുരക്ഷയ്ക്കായി വിന്യസിച്ചു. എല്ലാം നിയന്ത്രണ വിധേയമാണ്. നമ്മൾ കുറച്ച് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നിരീക്ഷണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഭക്തജനങ്ങൾക്ക് നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. അവരുടെ സുഗമമായ ദർശനം നടത്താൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. പിന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ എക്സസൈസ് ചെയ്തേക്കുന്നത്. പോലീസുകാരുടെ ഡ്യൂട്ടി സമയത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. നിലവിൽ 9,000 പോലീസുകാരാണ് ഡ്യൂട്ടിയിലുള്ളത്. പമ്പ മുതൽ സന്നിധാനം വരെ വിവിധ സ്ഥലങ്ങളിലായി ബോംബ് സ്ക്വാഡിന്റെയും ഫയർഫോഴ്സിന്റെയും പ്രത്യേക പരിശോധന ഉണ്ടാകും. ശബരിമലയിലെ ജീവനക്കാരുടെ തിരിച്ചറിയൽ രേഖകൾ കർശനമായി ധരിക്കണമെന്ന് നിർദ്ദേശം നൽകി. സന്നിധാനം മുതൽ മാളികപ്പുറം വരെ ഭക്തർ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വിവിധ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ സന്നിധാനത്തും പരിസര പ്രദേശത്തും റൂട്ട് മാർച്ച് നടത്തി. ഇതിനു പുറമെ ഡ്രോൺ പരിശോധനയും നടക്കും. 24 സന്നിധാനം. യെസ്, ഈ ചങ്ങമ്പുഴ പാർക്കിൽ നിൽക്കുമ്പോൾ ഇവിടെ ഏറ്റവും നമ്മുടെ അട്രാക്ട് ചെയ്യുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മുടെ പുറകിൽ കാണുന്നത് ഇതാണ്. നൗസേന IN-172 എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് അല്ലേ? ഒറിജിനലാണ്. ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്താണോ? ഇനി എനിക്കറിയില്ല. അപ്പൊ പക്ഷെ ഇത് ഒറിജിനൽ ആണ്, ഡീകമ്മീഷൻ ചെയ്താണ്. അതെ. ഇതുപോലെ തന്നെ ഈ ദിൽവാലെ എന്ന് പറയുന്ന ഹിന്ദി സിനിമയിലെ അമേരിക്കൻ മിലിറ്ററിയുടെ ഒരു പ്ലെയിൻ ഇതേപോലെ ക്രാഷ് ചെയ്ത് 1970-കളിൽ. അത് ഐസ്ലൻഡിലെ ബ്ലാക്ക് സാൻഡ് ബീച്ചിലാണ്. അപ്പൊ ഷാരൂഖ് ഖാനും കജോളും ഒരു പാട്ടിൽ കാണിക്കുന്ന ഒരു പ്ലെയിൻ ഉണ്ട്. ആൾക്കാർ വിചാരിച്ച സെറ്റിട്ടാണെന്ന്. പക്ഷെ ഇതേപോലെ തന്നെ ഒറിജിനലായിട്ട് നാശം സംഭവിച്ച ഒരു പ്ലെയിൻ ആണത്. അപ്പോൾ ഒരു ചെറിയ ഇടവേള വേണം. ഇടവേള കഴിഞ്ഞൊരു മറ്റു വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും കടക്കുക. ഷോർട്ട് ബ്രേക്ക്.
വെൽക്കം ബാക്ക് ടു മോർണിംഗ് വാക്ക്. നമ്മുടെ പ്രേക്ഷകരൊക്കെ കമന്റ് ബോക്സിൽ സജീവമാണ്. ജോണി ഇ കെ പറയുന്നു ഇത്തവണ ശബരിമലയിലെല്ലാം ഭംഗിയായി നടക്കുന്നു എന്നറിയുന്നു. സന്തോഷം, നമുക്കും അതിലാണ് സന്തോഷമുള്ളത്. ഒരുപാട് പേര് നമസ്കാരം പറയുന്നുണ്ട്. പവിത്രൻ പാതിരാപ്പറ്റ 1.5 മണിക്കൂർ മോർണിംഗ് വാക്കിന് ശേഷം വീട്ടിലെത്തി, ഇനി നിങ്ങളെ കാണട്ടെ, അപ്പോൾ സമാധാനമായിരുന്നു വാർത്തകൾ കാണുക. എല്ലാവരും മോർണിംഗ് വാക്ക് തുടങ്ങിയിട്ടുണ്ട്. കുറേ പേര് തുടങ്ങിയിട്ടുണ്ട്, അതിൽ നമുക്ക് സന്തോഷമുണ്ട്. നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ നടന്നാൽ ആരോഗ്യം വെച്ചു. നമ്മൾ ഇടയ്ക്ക് ബ്രിസ്ക് വാക്കും ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രേക്കിന്റെ ഒക്കെ സമയത്ത് നമ്മൾ ഓടുവാണ്. പ്രജിൻ ഒരു പാട്ട് പാടുമോ? പ്രജിനും പാടും, ക്രിസ്ത്യൻ ചിരനും പാടും. ഞാൻ പാടുപെടും, പ്രജിൻ പാടും, ഞാൻ പാടുപെടും ഒക്കെ പറഞ്ഞോളൂ. ചങ്ങമ്പുഴ പാർക്കിലായതുകൊണ്ട് നമുക്ക് ചങ്ങമ്പുഴയുടെ ഒരു പാട്ട് പാടിയാലോ? എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടാണ്, ക്രിസ്ത്യനക്കും അറിയുന്ന പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. തീർച്ചയായിട്ടും. കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടോ മലാളെ. കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. ഒരു കാലത്ത് നമ്മളെ മറന്നൊന്നും ചെയ്തുകൂടാ എന്നാണ് ചങ്ങമ്പുഴയുടെ ആ കവിത. അതെ, രമണൻ മറക്കാൻ പറ്റാത്തൊരു പ്രണയ കാവ്യമാണ്. അങ്ങനെ ചങ്ങമ്പുഴ ഒരുപാട് അത്തരം പ്രണയകാവ്യങ്ങൾ സമ്മാനിച്ച ആളാണ്. അപ്പോൾ അത്തരത്തിൽ ചങ്ങമ്പുഴയുടെ പേരുള്ളൊരു പാർക്കിലാണ് നമ്മളുള്ളത്. ഇനി നമ്മൾ പോകുന്നത് ഒരു പ്രണയം സാഫല്യത്തിലേക്ക് പോകുന്നതിന്റെ വാർത്തയിലേക്ക് കൂടിയാണ്. കറക്റ്റ് ആണ് അല്ലേ ഈ സമയത്ത് ഈ പാട്ട് പാടിയത്? അതെ, പറഞ്ഞിരുന്നത് നടൻ കാളിദാസ് ജയറാമിന്റെ വിവാഹ ആഘോഷങ്ങളെ കുറിച്ചാണ്. അപ്പോൾ വലിയ രീതിയിൽ ആ ആഘോഷങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട്. മധുര റോയൽ SPP ഹാളിൽ നടന്ന ചടങ്ങിൽ ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും പങ്കെടുത്തു. താരിണി കലൈംഗരായരുമായുള്ള കാളിദാസിന്റെ വിവാഹം മറ്റന്നാൾ ഗുരുവായൂരിൽ വെച്ചാണ്. അപ്പൊ വിവാഹ വിശേഷങ്ങൾ കാണാം നമുക്ക്. വിവാഹം മറ്റന്നാളാണെങ്കിലും ആഘോഷങ്ങൾ ഇന്നലെ തന്നെ തുടങ്ങി. ജയറാമും പാർവതിയും താരിണിയുടെ മാതാപിതാക്കളുമാണ് ആദ്യം വേദിയിലെത്തിയത്. പിന്നാലെ അണിയിച്ചൊരുക്കിയ SPP ഹാളിലെ പന്തലിലേക്ക് കാളിദാസും താരിണിയും. ജീവിതത്തിലെ പ്രധാന മുഹൂർത്തത്തിന് എല്ലാവരുടെയും അനുഗ്രഹമുണ്ടാകണമെന്ന് ഇരുവരും പറഞ്ഞു. The day is finally here, that the day that I get married to the love of my life. So ரொம்ப சந்தோஷமா இருக்கு, and I definitely we all need all of your love and blessings. என்னோட happiest moment in my life, என்னோட love of my life தாரிணி கூட நான் ஒரு புது ஜர்னி ஆரம்பிக்கிறேன். வர டிசம்பர் 8ஆம் தேதி is our wedding ഗുരുവായൂർ കോവിലില്. മരുമകളെയല്ല, പുതിയൊരു മകളെയാണ് തനിക്ക് ലഭിക്കുന്നതെന്ന് ജയറാം. താരിണി കലൈംഗരായരുമായുള്ള പ്രണയം കാളിദാസാണ് കഴിഞ്ഞ വർഷം ഇൻസ്റ്റഗ്രാമിലൂടെ വെളിപ്പെടുത്തിയത്. പിന്നാലെ വിവാഹ നിശ്ചയം നടന്നു. മോഡലായ താരിണി മിസ് തമിഴ്നാട് ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 24 ചെന്നൈ. അപ്പോ രണ്ടാമത്തെ വിവാഹമാണ് ജയറാമിന്റെ വീട്ടിൽ നടക്കുന്നത് അല്ലേ? ആദ്യം രണ്ടാമത്തെ വിവാഹമാണ് ജയറാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത്തെ സോറി അളിയ പറയാൻ ഉദ്ദേശിച്ചത് ജയറാമിന്റെ വീട്ടിൽ നടക്കുന്ന രണ്ടാമത്തെ വിവാഹമാണ്. മകളുടെ വിവാഹം ഗംഭീരമായി കഴിഞ്ഞിരുന്നു. അപ്പോ ഇനി മറ്റന്നാൾ നടക്കുന്ന വിവാഹത്തിന് ഉറ്റുനോക്കിയിരിക്കുകയാണ് ആരാധകർ. എന്തൊക്കെയാണ് ആഘോഷ പരിപാടികൾ, ഓരോ ദിവസവും പുതിയ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിന്റെ സസ്പെൻസ് പൊളിക്കുന്നില്ല നമ്മൾ. അപ്പൊ നമുക്കിനി ഒരു സീരിയസ് വാർത്തയിലേക്ക് പോകാം. മുനമ്പം ഭൂമി കേസ് ഇന്ന് വഖഫ് ട്രൈബ്യൂണൽ പരിഗണിക്കുകയാണ്. ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയ അപ്പീലാണ് പരിഗണിക്കുക. ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വിൽപ്പന നടത്തിയ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് ബോർഡ് പ്രഖ്യാപിച്ചതും പിന്നീട് ഇത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയതും ചോദ്യം ചെയ്തുകൊണ്ടുള്ള അപ്പീലാണ് ട്രൈബ്യൂണൽ പരിഗണിക്കുക. അതേസമയം ഫറൂഖ് കോളേജിന് ഭൂമി നൽകിയ സിദ്ദിഖ് സേട്ടിന്റെ കുടുംബം കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയിരുന്നു. ഭൂമി വഖഫ് ഭൂമിയാണെന്ന വാദമാണ് സിദ്ദിഖ് സേട്ടിന്റെ കുടുംബത്തിന്റേത്. ഇതേ കാര്യം ഉന്നയിച്ച് വഖഫ് സംരക്ഷണ സമിതിയും കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. അതും ട്രൈബ്യൂണൽ പരിഗണിക്കും. ഇനി നമ്മൾ ആ കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ആ വാർത്തയുമായി ബന്ധപ്പെട്ടാണ്, അതിന്റെ അപ്ഡേഷനിലേക്കാണ് പോകുന്നത്. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. കരാറിൽ വീഴ്ച വരുത്തിയ കമ്പനിക്ക് എന്തിന് നഷ്ടപരിഹാരം നൽകുന്നുവെന്ന ചോദ്യമാണ് സർക്കാരിനെതിരെ ഇപ്പോൾ ഉയരുന്നത്.
നഷ്ടപരിഹാരം നൽകുന്നതിലും ഭൂമി തിരിച്ചെടുക്കുന്നതിലും പ്രതിപക്ഷം അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇതിനോടകം. ഇക്കാര്യത്തിലുള്ള പാർട്ടി നിലപാട് ഇന്ന് വ്യക്തമാക്കും. പാർട്ടി സമ്മേളനങ്ങളുടെ പുരോഗതിയും യോഗം വിലയിരുത്തും. ഏരിയ സമ്മേളനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കെ പ്രാദേശിക തർക്കങ്ങൾ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കുന്നതാണ്. അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അത് ഇന്നത്തെ യോഗത്തിലും ചർച്ചയാകുമെന്ന് അറിയുന്നു. ജില്ലാ സമ്മേളനങ്ങളിൽ ഇത് പ്രകടമാകാതിരിക്കാനുള്ള നടപടികൾ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇനി നമ്മുടെ ഏറ്റവും ജനങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നു, ജനങ്ങളുടെ ഹൃദയത്തിൽ നിൽക്കുന്നുവെന്ന് തെളിയിക്കുന്ന 24 കണക്റ്റുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ആവശ്യങ്ങളിലിരിക്കുന്നവരെയും കയ്യിൽ പണമുള്ളവരെയും കൂട്ടിയിണക്കുന്ന, അതായത് ആവശ്യങ്ങളിലുള്ളവർക്ക് അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന 24 കണക്റ്റുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. 24 കണക്റ്റിന്റെയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും സംയുക്ത ഭവന പദ്ധതിയിലൂടെ നിർധന കുടുംബത്തിന് വീടൊരുങ്ങുകയാണ്. ഫ്ലവേഴ്സ് ഹോം പ്രോജക്ട് വഴി കൊല്ലം ജില്ലയിലെ 5ാമത്തെ വീടിന്റെ കല്ലിടൽ ചടങ്ങ് പത്തനാപുരം പട്ടാഴി വടക്കേക്കരയിൽ നടന്നു. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 24 കണക്റ്റുമായി ചേർന്ന് 100 വീടുകൾ നിർമ്മിക്കുന്ന പദ്ധതിയിലാണ് നിർധന കുടുംബത്തിന് വീടൊരുങ്ങുന്നത്. കൊല്ലം ജില്ലയിലെ 5ാമത്തെ വീട് പത്തനാപുരം വടക്കേക്കര പഞ്ചായത്തിൽ മേഴ്സി ഫ്രാൻസിസിനാണ് ലഭിച്ചത്. പത്തനാപുരം സെന്റ് ആൻസ് ഫെറോന ചർച്ച് ഇടവക വികാരി ഫാദർ ജോസ് വർഗീസിന്റെ കാർമ്മികത്വത്തിൽ മേഴ്സി ഫ്രാൻസി ദമ്പതികൾ വീടിന്റെ കല്ലിടിൽ ചടങ്ങ് നടത്തി. സജി മാളൂസ് ഞങ്ങൾക്ക് സ്ഥലം തന്ന് സഹായിക്കുകയും ഞങ്ങളുടെ വാർഡ് മെമ്പറിന്റെ ഒറ്റ പിന്തുണയോടെ ഞങ്ങളുടെ വികാരിയച്ഛൻ്റെ പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഫലമാണ് ഞങ്ങൾക്ക് ഇന്നൊരു ഭവന പദ്ധതി ആയത്. അതിന് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. വളരെ സന്തോഷം ഞങ്ങൾക്ക് ഇങ്ങനൊരു ഭവനം ലഭിച്ചതിൽ. ഞങ്ങൾക്കതിനെ ഇടയാക്കി തന്ന സജിമാള സംഘടനം, 24 ചാനലിനും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചടങ്ങിൽ 24 കണക്ട് റീജിയണൽ കോർഡിനേറ്റർ മനോജ് മാവേലിക്കര, പഞ്ചായത്ത് മെമ്പർ അരുൺ രാജ്, വസ്തുദാനമായി നൽകിയ സജി മാളൂസ്, കുടുംബ അംഗങ്ങളും ഇടവക അംഗങ്ങളും പങ്കെടുത്തു. 24 കൊല്ലം. പ്രജിസി കണ്ണൻ, ഒരു മിനിറ്റ്. ട്രാവൽ ഫ്രണ്ട് പറയുന്നു SKN വരണം, സമയം ഒന്നറിയാൻ. പിള്ളേരെ ഇടയ്ക്ക് മറക്കുകയാണല്ലോ. 6:51 ഇപ്പൊ 52 കാണാം. 6:51 സമയം. നിങ്ങളുടെ ജോലികളൊക്കെ ചെയ്തുകൊള്ളൂ അല്ലേ? നമ്മൾ ഈ പാർക്കിൽ നിൽക്കുമ്പോൾ നമുക്ക് പിന്നിലുള്ള ഇത് കണ്ടോ, ഒരു മുളങ്കാട് എന്ന് പറയാൻ പറ്റില്ല, മുളങ്കാട് പോലെ ഉണ്ടല്ലേ. അപ്പൊ എല്ലാം ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഒരുപാട് വൃക്ഷങ്ങളുണ്ട്, മുളങ്കാടുണ്ട്, പിന്നെ ചെറിയ ചെറിയ സസ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും മുളങ്കാട് എന്ന് പറയുമ്പം മറ്റൊരാൾ കൂടെ പറയേണ്ടിയിരിക്കുന്നു. മുളങ്കാടും ഇല്ലിമുളം കാടുകളിൽ ലല്ലലെല്ലാം പാടി വരും തെന്നലിനെ അല്ലല്ലോ ഉദ്ദേശിച്ചത്. തെന്നലല്ലാതെ ജീവനുള്ള പിന്നിൽ പലപ്പോഴും ഒളിഞ്ഞിരുന്ന് ആക്രമണം നടത്തുന്ന ആളുണ്ട്. ഇത് 2 ആനകൾ കൂടി പാർക്കിലുണ്ട് കേട്ടോ. പേടിക്കണ്ട, ഒറ്റക്കൊമ്പാണോ? ഒരു കൊമ്പ് ഒടിഞ്ഞ അവസ്ഥയിലാണ്. അതിനെന്തെങ്കിലും പ്രത്യേകത കാണും? ഒരു കൊമ്പ് ഒടിഞ്ഞൊരു ആന നമുക്കുണ്ട്. ആരാന്ന് പറഞ്ഞേ? ഒറ്റക്കൊമ്പനല്ലേ. ഇതുപോലെ നമ്മൾ ഒരുപാട് അരിക്കൊമ്പന്റെ പിറകെ പോയി ഓർക്കുന്നുണ്ടോ? അന്ന് ഈ കൊമ്പ് നോക്കിയിട്ടാണ് നമ്മൾ ആനയെ തിരിച്ചറിഞ്ഞത്. ആ രീതിയിൽ ഒരു കൊമ്പനാനയുണ്ട്, ഒരു കുട്ടിയാനയുണ്ട്. ഇന്നലെ കുട്ടിയാനയുടെ ഒരു വാർത്ത നമ്മൾ കൊടുത്തിട്ടല്ലോ അല്ലേ? ആ മാലിന്യക്കുഴിയിൽ വീണ് ചരിഞ്ഞ കുട്ടിയാന. രക്ഷപ്പെട്ടു, മിടുക്കരായി കാണുമല്ലേ? നമുക്ക് കുട്ടിയാന വീണ് ചരിഞ്ഞു എന്നല്ലേ? അയ്യോ, ഞാൻ പറഞ്ഞ കിണറിൽ വീണ് രക്ഷപ്പെട്ട കുട്ടിയാണ്. രക്ഷപ്പെടുത്താൻ കഴിയാത്തതാണ് ഇന്നത്തെ ഒരു സങ്കട വാർത്തയായിരുന്നത് അല്ലേ? അപ്പോൾ ദിനേശ് ശരിപ്പാട് സൈനികനാണ് പറയുന്നുണ്ട്. അദ്ദേഹം രാവിലെ PT ഫിസിക്കൽ ട്രെയിനിങ് കഴിഞ്ഞ് ബാരക്കിൽ എത്തിയതേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് അടുത്തൊരു റിപ്പോർട്ടിൽ കൊടുത്താലോ? നേരെ നമ്മുടെ RBI പോളിസി ക്രിസ്ത്യന ചെറിയന്റെ ടോപ്പിക്കാണ്. റിസർവ് ബാങ്കിന്റെ ധനനയ പ്രഖ്യാപനം ഇന്നാണ്. അപ്പോൾ ക്രിസ്ത്യന ചെറിയൻ ഇന്ന് ഏറെ പണിയുള്ളൊരു ദിവസം കൂടിയാണ്. 3 ദിവസത്തെ ധനനയ രൂപീകരണ സമിതിയുടെ യോഗത്തിന് ശേഷമാണ് പ്രഖ്യാപനം ഉണ്ടാവുക. അതെ, അപ്പോൾ നമുക്ക് വിലക്കയറ്റം ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ RBIയുടെ ഒരു ലക്ഷ്യമായ 4% അതും കടന്ന് 5.4% വിലക്കയറ്റം ഉയർന്നു. നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം പ്രേക്ഷകർ, നമ്മൾ വിലക്കയറ്റം ഒക്കെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ റിസർവ് ബാങ്കിനും ഇത് കടുത്ത സമയമാണ്. പലിശ കുറയ്ക്കുമോ ഇല്ലയോ? കാരണം അമേരിക്ക പലിശ കുറയ്ക്കുന്നു, യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പലിശ കുറയ്ക്കുന്നു. പക്ഷെ എന്നിട്ടും നമ്മുടെ റിസർവ് ബാങ്ക് പലിശ കുറയ്ക്കുന്നു. പലിശ കുറച്ചാൽ എന്താ സംഭവിക്കുന്നത്? RBI പലിശ കുറച്ചാൽ നമ്മുടെ EMIയുടെ പലിശ കുറയും, EMI കുറയും അല്ലെ? നമ്മുടെ ലോണുകളുടെ പലിശ കുറയും, EMI കുറയും. അതുകൊണ്ട് തന്നെ ഇന്ന് പലിശ കുറയ്ക്കുമോ എന്ന് നമ്മൾ ഉറ്റുനോക്കുകയാണ്. റിപ്പോ നിരക്കിൽ മാറ്റം ഉണ്ടാകില്ല എന്ന സൂചനകളൊക്കെ വരുന്നുണ്ട്. വിപണിയിലെ പണലഭ്യത മെച്ചപ്പെടുത്താൻ വേണ്ടി കരുതൽ ധന അനുപാതം കുറയ്ക്കാനും സാധ്യതയുണ്ട്. അതെ, അപ്പോൾ നമുക്കൊരു ഇടവേളയിലേക്ക് പോകണമെന്നാണ് നമ്മുടെ സ്വന്തം സനൂപ് KV. ബ്രേക്ക്. മോർണിംഗ് വാക്ക് തുടരുകയാണ്, അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു പോസിറ്റീവ് സ്റ്റോറിയിലേക്ക് നമുക്ക് പോകാം അല്ലേ? അതെ, കാഴ്ചയില്ലെങ്കിലും വെല്ലുവിളികളെ തരണം ചെയ്ത ജീവിത വിജയം നേടിയിരിക്കുകയാണ് കോട്ടയം പള്ളിക്കത്തോട് സ്വദേശിയായ സാബു ജോസഫ്.
കൂലിപ്പണിയിൽ നിന്ന് ഒരു സ്ഥാപന ഉടമയായി മാറിയ സാബു ജോസഫിന്റെ ജീവിത വിജയം മറ്റുള്ളവർക്കും പ്രചോദനമാണ്. ഭാര്യയുടെയും മക്കളുടെയും പിന്തുണയാണ് അന്ധതയെ പോലും തോൽപ്പിക്കാൻ സാബുവിന് കരുത്തായത്. സാബുവിന്റെ കഥ കാണാം. കൂലിപ്പണിക്കാരനായിരുന്നു പള്ളിക്കത്തോട് സ്വദേശിയായ സാബു ജോസഫ്. 23-ാമത്തെ വയസ്സിൽ കിണർ നിർമ്മാണത്തിനിടെ പാറ പൊട്ടിത്തെറിച്ചാണ് 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടത്. കുറച്ചുനാൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിച്ചെങ്കിലും സ്വന്തം കാലിൽ നിൽക്കണമെന്ന നിശ്ചയദാർഢ്യം സാബുവിനുണ്ടായിരുന്നു. അങ്ങനെയാണ് അന്ധതയും തോൽപ്പിച്ച് സാബു പുതിയ ജീവിതത്തിന്റെ പടി ചവിട്ടിയത്. എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് വടി വെട്ടിക്കൊണ്ട് തന്നെ, ഒരു കാപ്പിയുടെ വടി വെട്ടിക്കൊണ്ട് തന്നെ ഞാൻ പതുക്കെ അത് കുത്തി മുറ്റത്ത് ഇറങ്ങി 10 അടി നടക്കുമ്പോൾ കുഴപ്പമില്ല. ആ പിറ്റേ ദിവസം അത് 20 അടിയാക്കി. അതങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും ആ നടപ്പ് ഞാനങ്ങ് പ്രാക്ടീസ് ചെയ്ത് അതങ്ങ് വലിപ്പം കൂട്ടി അങ്ങ് പോയി. പുറത്തേക്കൊക്കെ പോയി ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ജീവിതത്തിൽ വലിയൊരു ആശ്വാസം പോലെയൊക്കെ തോന്നി. കാരണം ഈ ഒരു ഓർമ്മകളിൽ നിന്നൊക്കെ അങ്ങ് മാറി നിൽക്കാൻ പറ്റി. ആദ്യം വടികുത്തി തനിയെയുള്ള യാത്ര സ്വയം പരിശീലിച്ചു. പിന്നീട് ഒറ്റയ്ക്ക് ബസ്സിൽ കയറി സഞ്ചരിക്കാനും തുടങ്ങി. എന്നാൽ എല്ലാം മാറി മറിഞ്ഞത് സാബുവിന്റെ വിവാഹത്തോടെയായിരുന്നു. അന്ധത കല്യാണത്തിന് വെല്ലുവിളി ഉയർത്തിയെങ്കിലും ഭാര്യ വത്സലയുടെ തീരുമാനത്തിന് മുന്നിൽ എല്ലാം വഴിമാറി. ഇതോടെ സാബുവിന്റെ കാഴ്ചയെല്ലാം വത്സലയുടെ കണ്ണുകളിലൂടെയായി. അങ്ങനെ കല്യാണാലോചന വന്നപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടക്കുറവോ അങ്ങനെയൊന്നും തോന്നിയില്ല. ആദ്യം കണ്ടിട്ട് പോയിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. ആലോചിച്ചിട്ട് പറയാമെന്ന് എൻ്റെ ആങ്ങളെയൊക്കെ പറഞ്ഞു വിട്ടു. പക്ഷേ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പിന്നെ വിളിച്ചു, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എനിക്കങ്ങനെ ഒരു ഇഷ്ടക്കുറവായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു ഞങ്ങൾ. വിവാഹശേഷം ജീവിക്കാൻ വരുമാന മാർഗങ്ങൾ ഒന്നുമില്ലാതിരുന്നപ്പോഴാണ് വാർക്കത്തകിട് വാടകയ്ക്ക് കൊടുക്കുന്ന ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചത്. ചെറിയ രീതിയിൽ തുടങ്ങിയ ബിസിനസ് ഇപ്പോൾ പടർന്ന് പന്തലിച്ചു. 3 ജോലിക്കാർ കൂടെ ഉണ്ടെങ്കിലും എല്ലാ പണികൾക്കും സാബുവും കൂടും. വത്സല ജീവിതത്തിൻ്റെ വലിയൊരു അവിഭാജ്യ ഘടകമാണ്. വത്സല ജീവിതത്തിലോട്ട് വന്നതോടുകൂടിയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവും കാര്യങ്ങളിലേക്കൊക്കെ കടന്നില്ല. നമുക്ക് മനസ്സ് വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ, നമ്മുടെ മുമ്പിൽ ഒത്തിരി തൊഴിലവസരങ്ങൾ കിടപ്പുണ്ട്. നമ്മളാരും പറഞ്ഞു, നമ്മളാ പണ്ട് മുതലേ എന്ത് വൈകല്യമാണോ അതിനെ വീട്ടുകാർ പറഞ്ഞ് ആ വീടിനുള്ളിൽ ഒതുങ്ങിപ്പോകും. മക്കളായ നോഹയും റബേക്കയും സാബുവിന് കൂട്ടായി എപ്പോഴും കൂടെയുണ്ട്. കണ്ണിന് കാഴ്ചയില്ലെങ്കിലും ഉൾക്കാഴ്ച കൊണ്ട് വിജയത്തിന്റെ പടവുകൾ കയറുകയാണ് സാബു. 24 കോട്ടയം. അതാണ് ഉൾക്കാഴ്ച. ആ ഉൾക്കാഴ്ചയുടെ ബലം, പോസിറ്റിവിറ്റി നമ്മളെ ഇന്നത്തെ ദിവസം മുഴുവൻ മുന്നോട്ട് നയിക്കട്ടെ. അപ്പോൾ പ്രജിൻ പിടിച്ചിരുന്നോണം. എന്തുകൊണ്ടാണെന്നറിയോ, നമ്മുടെ മിനി ബാബു ചേച്ചി പറയുന്നു നമ്മളെ മിക്സിയിൽ നിന്ന് എടുത്ത് മാറ്റാൻ പോവുകയാണെന്ന്. കാരണം മിക്സിയുടെ മേളിൽ വെച്ചായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കാൻ പറയുന്നത്. നമുക്ക് പത്രം വായിച്ചാലോ? അതെ, നമുക്ക് മനോരമയിൽ നോക്കുക. മനോരമ ഞാൻ തുടങ്ങുന്നത് ഇന്നത്തെ പട്ടിപ്പുരയിൽ ഉള്ള ഒരു ആർട്ടിക്കിളാണ്. യുഗപുരുഷൻ എന്ന ടൈറ്റിലുള്ള ഈ ആർട്ടിക്കിളിൽ കാണാം, ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ ഓർമ്മദിനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അംബേദ്കറുടെ ഒരു ജീവിത ചിത്രം അത് കൃത്യമായി വരച്ച് കാട്ടിയിട്ടുണ്ട് പട്ടിപ്പുരയിൽ. വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും അംബേദ്കറെ കൂടുതൽ അറിയാൻ ഈ ഒരു പേജ് ഉപകരിക്കും. അതെ, മാതൃഭൂമിയിലെ ആദ്യത്തെ വാർത്തയിലേക്കാണ് ഞാൻ പോകുന്നത്. പാർട്ടി ജയിച്ചു ജനം തോറ്റു എന്ന പേരിൽ ആ പാളയത്തെ CPIM സമ്മേളനത്തെക്കുറിച്ചുള്ള വാർത്തയാണ്. സമ്മേളനത്തിനായി ജനം സഹിച്ചത് ഇങ്ങനെ: കോടതിക്ക് മുന്നിലെ തിരക്കേറിയ റോഡിൽ പകൽ മുഴുവൻ വൻ ഗതാഗത കുരുക്ക്. സ്കൂൾ ബസ്സുകളും ജനറൽ ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസുകളും അടക്കം ആ തിരക്കിൽപ്പെട്ടു. ഓഫീസിലേക്കും വിദ്യാലയങ്ങളിലേക്കും സമയത്തിനെത്താൻ പലർക്കും കഴിഞ്ഞില്ല. പല സമയങ്ങളിലും വാഹനങ്ങളുടെ നിര 1 കിലോമീറ്ററിൽ കൂടെ നീണ്ടു. അപ്പോൾ ഇവിടെ കാകദൃഷ്ടിയും അതുമായി ബന്ധപ്പെട്ട ഒരു അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. വഞ്ചിയൂരിൽ റോഡ് അടച്ച് CPIM ഏരിയ സമ്മേളന വേദി ഉദ്ഘാടനം MV ഗോവിന്ദൻ. അതിന് താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു പാതയോരമൊക്കെ പണ്ട്, പാതയോരങ്ങളെ ഭൂതകാലങ്ങളെ എന്ന ഒരു ട്രോളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മറ്റൊരു വാർത്ത മലയാളത്തിൽ ആദ്യ പേജ് അവിടെ ലീഡ് വാർത്തയായി കൊടുത്തിരിക്കുന്നത് ഈ സ്മാർട്ട് സിറ്റി വിവാദമാണ്. അതിന്റെ ടൈറ്റിലും ക്യാച്ചിയാണ്. ഓവറാണ് സ്മാർട്ട് അല്ല എന്ന ടൈറ്റിലാണ് മലയാള മനോരമ വാർത്ത നൽകിയിരിക്കുന്നത്. കരാർ വ്യവസ്ഥ ഒഴിവാക്കി ടീകോമിന് അങ്ങോട്ട് പണം. 2011 തുടങ്ങിയ പദ്ധതി മുടങ്ങിയതിന്റെ പഴി 2019 വന്ന കോവിഡിനാണ്. നഷ്ടപരിഹാര സമിതിയിൽ സ്മാർട്ട് സിറ്റി മുൻ CEO ബാബു ജോർജും എന്ന് പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും ഉൾക്കൊള്ളിച്ചാണ് 1-ാം പേജിലെ ലീഡ് വാർത്ത മലയാള മനോരമ നൽകിയിരിക്കുന്നത്. മലയാളികൾ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ വിമാനയാത്ര ചെയ്യുന്നവർ വേറെയാണ്. വിമാന നിരക്കിൽ ഇനി പിടി വീഴുമെന്ന വാർത്തയാണ് മാതൃഭൂമി ഇവിടെ കൊടുത്തിരിക്കുന്നത്. DGCA വിമാന നിരക്ക് ഇനി നിരീക്ഷിക്കും. അങ്ങനെ പെട്ടെന്നൊന്നും കൂട്ടാൻ പറ്റില്ല. വിമാന നിരക്ക് കൂട്ടാൻ 1 മാസം മുൻപ് അറിയിക്കണം. സാധാരണഗതിയിൽ ഇങ്ങനെ പെട്ടെന്ന് നിരക്ക് കൂടുന്നത് യാത്രക്കാർക്ക് ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ DGCA ഒരു നടപടിയിലേക്ക് ഒരുങ്ങുന്നത്. ഇന്നലെ നറുക്കെടുത്ത നമുക്കറിയാം പൂജ ബമ്പറാണ്. 12 കോടിയുടെ ഭാഗ്യവാൻ ആരാണെന്ന് ഇന്നലെ നമ്മൾ അറിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് നറുക്കെടുപ്പുണ്ടായത്. 12 കോടിയുടെ രഹസ്യം പേറിയ ഒരു രാത്രി. അതിനുശേഷമാണ് ദിനേശ് കുമാർ എന്ന് പറയുന്ന ആ ഭാഗ്യശാലി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ഇന്നലെ ദിനേശ് കുമാർ ലോട്ടറി എടുത്ത ആ കടയിലെത്തിയിരുന്നു. ആ സമയത്തൊക്കെ കുടുംബസമേതം എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ സന്തോഷമൊക്കെ പറഞ്ഞാണ് ആ വാർത്ത 1-ാം പേജിൽ നൽകിയിട്ടുണ്ട് മലയാള മനോരമ. ഒരു
പ്രോജക്റ്റ് ക്യാൻസൽ ആയ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ സ്മാർട്ട് സിറ്റി സമ്മാനിച്ച സൂപ്പർ സ്മാർട്ട് ആകുകയാണ് കാക്കനാട് എന്ന വാർത്ത വരുന്നു. അപ്പോൾ കാക്കനാട് സൂപ്പർ സ്മാർട്ട് ആകട്ടെ, കേരളം മുഴുവൻ സൂപ്പർ സ്മാർട്ട് ആകട്ടെ. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. മോർണിംഗ് വാക്ക് ഇന്ന് പൂർത്തിയാവുകയാണ്. അവിടെ മോർണിംഗ് ഷോയുമായി ആർഷികടൻ റെഡിയാണ് സ്റ്റുഡിയോ ഫ്ലോറിൽ. ഓവർ ടു യു എസ്കേൻ.